Operation Epic Fury is concluded. We achieved the objectives of that operation. I'm not going to, we're not cheering for an additional situation to occur. We would prefer the path of peace. What the president would prefer is a deal. He would prefer to sit down and work out a memorandum of understanding for future negotiations that touches on all the key topics that have to be addressed, a full opening of the strait so the world can get back to normal. And he preferred that be negotiated through the route that Steve and Jared have been working and that all of us have been supporting. That's the route he prefers. That is so far not the route that Iran has chosen. And so the result has been that the United States has to do something about the fact that we're the only nation on earth that can do anything to open up a lane within the Straits of Hormuz to get product and to rescue these people that are trapped in there. And that's what we're undergoing now. What that may lead to in the future is speculative. I'm not going to speculate about what it would take or what it would do. But look, the message to Iran, these guys are facing, they are facing real catastrophic destruction to their economy, generational destruction to their economy, generational destruction to the wealth of their country, imposed on themselves by the actions that they're taking. They should check themselves before they wreck themselves in the direction that they're going. That's what Epic Fury. And Epic Fury is എന്താ മനസ്സിലായി? ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓപ്പറേഷൻ എപ്പിക് ഫൂറി അവസാനിച്ചു. തീർന്നേ എപ്പിക് ഫൂർ തീർന്നേ, ജയിച്ചേ ഞങ്ങൾ ജയിച്ചേ. മാർക്കോ റൂബിയോ ആണ് എപ്പിക് ഫൂറി തീർന്ന കാര്യം അറിയിച്ചത്. എപ്പിക് ഫൂറി എല്ലാം കംപ്ലീറ്റ് തീർന്നു. ഇനി എപ്പിക് ഫൂറി ഇല്ല, അവസാനിച്ചു. ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടന്നു. അവിടെ എന്താ പറയുന്നത്, പുതിയ റെജിം അധികാരത്തിലേക്ക് വന്നു, റെജിം ചേഞ്ച് ഉണ്ടായി. പിന്നെന്താ ഉണ്ടായത്? 2 വൃദ്ധരായ മനുഷ്യർ മരിച്ചു. ലാരിഞ്ചാനിയെ ഒരു ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ചിലർക്കൊരു അസ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഷഹീദായി. അപ്പോൾ അങ്ങനെ എപ്പിക് ഫൂറി എന്തെല്ലാം കാര്യങ്ങൾ നേടി, അതെല്ലാം നേടി. പഹലവിയെ കൊണ്ടുവന്ന് ഇവിടുത്തെ പരമാധികാരിയാക്കി. പിന്നെ ട്രംപിന് വേണ്ടതെല്ലാം ഇവിടുന്ന് നേടി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, തലമുറകളുടെ എല്ലാം സാമ്പത്തിക നഷ്ടവും ബാക്കിയുള്ളതെല്ലാം വരത്തക്കവണ്ണം എല്ലാം നശിപ്പിച്ച് താറുമാറാക്കി അവർക്ക് ചുട്ട മറുപടി കൊടുത്തു. എന്നിട്ട് ആ ചുട്ട വട തിന്നുകൊണ്ട്, ബ്രെഡ് തിന്നുകൊണ്ട്, ബണ്ണ് തിന്നുകൊണ്ട് ഇത് അവസാനിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചു. വലിയ കൊട്ടിഘോഷിച്ച ഒരു ഓപ്പറേഷൻ. ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു കൊട്ടാരത്തെയും ഒരു വൃദ്ധനായ മനുഷ്യനെയും കൊന്നുകൊണ്ട് തുടങ്ങിയ ഒരു ഓപ്പറേഷൻ. എന്തെല്ലാം വമ്പുകൾ, എന്തെല്ലാം വേലത്തരങ്ങൾ, എന്തെല്ലാം അഭ്യാസങ്ങൾ, എന്തെല്ലാം തോന്നിയാസങ്ങൾ, എന്തെല്ലാം പച്ച നുണകൾ. ഇതെല്ലാം അങ്ങോട്ട് പടച്ചുവിട്ട് എന്തൊക്കെയോ ജയിച്ചെന്നാവശ്യപ്പെട്ട്, ജയിച്ചെന്ന് അവകാശപ്പെട്ട് മറ്റു പലതുമൊക്കെ ചെയ്ത് എന്താ നേടിയത്? നേടിയതെന്താ? ഉണ്ടപ്പപ്പടം. ലോകത്തിന് മുന്നിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഒരു കടലാസ് പുലിയുടെ വില പോലും ഇല്ലെന്ന് എഴുന്നേറ്റ് നിന്ന ഇറാൻ തെളിയിച്ചു. നമ്പർ 1, ഒരു ചുക്കും ചുണ്ണാമ്പും അവർ വിചാരിക്കുന്നത് ലോകത്ത് നടക്കില്ലെന്ന് തെളിയിച്ചു. നമ്പർ 2, എവരെ വിശ്വസിക്കുന്നവർക്ക് എന്നും സുരക്ഷിതത്വമായിരിക്കും, ഒരു പോറൽ പോലും ഏൽക്കില്ല, എല്ലാം ഭദ്രമായിരിക്കും എന്ന് വിശ്വസിച്ച് യവന് വരുമ്പം കാശും വിമാനവും വാങ്ങിച്ചു കൊടുക്കുന്നവർക്കെല്ലാം ബോധ്യപ്പെട്ടു അങ്ങനെയൊന്നുമല്ല. അടി ആർക്കും കിട്ടാം, എവിടെയും കിട്ടാം. യവനെപ്പോലൊരു അമേരിക്കൻ പ്രസിഡൻ്റ് ഉണ്ടായാൽ അടി കിട്ടുന്നതിന് വേറെ എങ്ങോട്ടും പോകണ്ട, അങ്ങ് വീടിനകത്ത് അടി കിട്ടുന്ന സൈസ് പണി ഇവൻ്റെ കയ്യിലുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. 3, മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആത്മാഭിമാനമുള്ള ഒരു ജനതയെ ഒരു ബോംബും ഒരു കപ്പലും ഒരു മറ്റൊന്നും കാണിച്ച് ഭയപ്പെടുത്താൻ കഴിയില്ല എന്ന് ലോകത്തിന് ബോധ്യമായി. 4, കൈയടിച്ച് വിളിച്ചാൽ വരുന്ന കുടിച്ചുപട്ടികളാണ് ബാക്കി രാജ്യങ്ങൾ എന്ന വിശ്വാസം അങ്ങ് തീർന്നു. എല്ലാ രാജ്യങ്ങളും അവർക്കനുസരിച്ച് നിലപാട് സ്വീകരിച്ചു. അവരവർക്ക് നിലപാട് സ്വീകരിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നെ നിലവിളിയായി, കരച്ചിലായി, തെറിവിളിയായി, നീട്ടിത്തുപ്പലായി, അവസാനം ഒന്നും നടക്കാതെ അതും ബോധ്യപ്പെട്ടു. പിന്നെ സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായാൽ തങ്ങളുടെ അടുക്കളയിൽ വരെ ഉണ്ടാകുമെന്ന് വെള്ളക്കാരനായ പ്രസിഡന്റ് സാഹിബിന് ബോധ്യപ്പെട്ടു. കാലം മാറിയെന്നും ലോകക്രമം മാറിയെന്നും നന്നായി തിരിച്ചറിഞ്ഞു. ഇനി ആ തിരിച്ചറിവ് ലോകത്തിന് ഇനി അങ്ങോട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കും. ഏതായാലും എപ്പിക് ഫൂറി അവസാനിച്ചു. എന്നിട്ട് ഹോർമിസിന് വേണ്ടിയുള്ള ഓപ്പറേഷൻസ് തുടരും. തുറന്നു കിടന്നതാ ഹോർമിസ്. ഒരു തടസ്സവുമില്ലാതെ എല്ലാവരും പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. ചില വീടിനകത്തൂടെ ചില നടവഴികൾ അവസാനം ഒരു ദിവസം തൻ്റേതാണെന്നും പറഞ്ഞ് വന്ന് കയറി ആക്രമിക്കുമ്പോൾ പിന്നെ അവന് നടക്കാനൊക്കാത്തതുപോലെ വീട്ടുകാരൻ വേലി കെട്ടി അടയ്ക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടിയെന്ന് എത്തിച്ചിട്ട് ഹോർമിസിലെ തുടരും.
അങ്ങനെ എപ്പിക് ഫ്യൂറി കണ്ട് ഈ ഷിയാക്കൾ മുഴുവൻ കൊന്ന് അങ്ങ് ഇല്ലാതാവുമെന്നും അങ്ങ് തുടച്ചു നീക്കപ്പെടുമെന്നും അതോടുകൂടി എല്ലാ ബലാലുകളും ഈ ലോകത്തുനിന്ന് നീങ്ങിയെന്നും ഒക്കെ വിശ്വസിച്ചിരുന്നവർ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്ത് സ്വന്തം മുഖത്തും തലയിലുമൊക്കെ നന്നായി പുരട്ടിയിട്ട് കിടന്നുറങ്ങണം. അവിടെയുണ്ട് ഇറാൻ, ആ മനുഷ്യരും. നാളെ സ്വർഗത്തിലോ നരകത്തിലോ എന്നുള്ളത് പടച്ചതമ്പുരാൻ തീരുമാനിച്ചോട്ടെ. ഹോർമിസ് തുറക്കൽ നേരത്തെ ഒരു ദൗത്യമായിരുന്നു, മിഷനായിരുന്നു, ഓപ്പറേഷൻ ഫ്യൂറി ആയിരുന്നു. ഇപ്പോൾ അത് പ്രോജക്റ്റാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹോർമിസ് ഓപ്പണിംഗ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. എന്ന് വെച്ചാൽ അവിടുത്തെ സുരക്ഷിതത്വം നൽകി കപ്പലുകൾ കടത്തിവിടുന്നത് തൽക്കാലം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഏതിൻ്റേത്? ഹോർമിസ് ഓപ്പണിംഗ് പ്രോജക്റ്റിൻ്റേത്. എന്താ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഒരു പ്രോജക്റ്റിനൊരു മിഷനുണ്ട്, ഒരു പ്രോജക്റ്റിനൊരു ഗോളുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ 1 വർഷം, 2 വർഷം, 3 വർഷം, ചിലപ്പോൾ 10 വർഷം ഒക്കെ ഉള്ളതിനെയാണ് ഈ പ്രോജക്റ്റുകൾ എന്ന് പറയുക. സാധാരണ ഈ യുദ്ധത്തിനും അക്രമത്തിനും ഒന്നും പ്രോജക്റ്റ് എന്ന് പറയാറില്ല. പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ പദ്ധതിക്കാണ്. ഇതിന് സാധാരണ പറയുന്നത് ഇങ്ങനെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നൊക്കെ പറഞ്ഞതുപോലെ, ഓപ്പറേഷൻ ചലഞ്ച്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഓപ്പറേഷൻ്റെ പേരാണ് പറയേണ്ടത്. ഇപ്പോൾ ഹോർമിസിനെ കുറിച്ച് ട്രംപ് പറയുന്നത് ഓപ്പറേഷനും കളഞ്ഞു, കോർപ്പറേഷനും കളഞ്ഞു, കോഓപ്പറേഷനും കളഞ്ഞു, കോപ്പും കളഞ്ഞു, എല്ലാം കളഞ്ഞു. ഇപ്പോൾ സംഗതി പ്രോജക്റ്റ് എന്നാണ്. ലോകത്തിന് മുന്നിൽ അമേരിക്ക എന്ന രാജ്യം ഇത്രമേൽ നാണം കെട്ട ഒരു സംഗതി ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഒരു ഓപ്പറേഷനും ഉണ്ടായിട്ടില്ല. ഈ സമീപഭൂതകാലത്ത് എന്ത് തോന്നിയാസങ്ങൾ കാണിച്ചാലും എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് നേടി കയറിയൊക്കെ അങ്ങ് പോകുമായിരുന്നു. ഇത് നാനാ വഴിക്കുന്ന് പല പണികളും നോക്കി. സാമം, ദാനം, ഭേദം, ദണ്ണം എന്നൊക്കെ പറയുന്നത് പോലെ ചാനലുകൾക്ക് മുന്നിൽ വല്ലാതെ ഒച്ച വെച്ചു, കുരച്ചു, ബഹളം വെച്ചു, തകർക്കുമെന്ന് പറഞ്ഞു. ഇന്ന് 8 മണിക്ക് ഇറാൻ സംസ്കൃതി ലോകത്തുനിന്ന് ഇല്ലാതാവുമെന്ന് പറഞ്ഞു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നല്ല വൃത്തിയായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചത് കേട്ടല്ലോ ട്രംപേ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഓപ്പറേഷൻ പ്രോജക്റ്റുമായി ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രോജക്റ്റ് അത്രേ. എന്താ നടന്നത്? തുറന്നു കിടന്നൊരു ഹോമിസ്, അത് അടച്ചു. അതിൻ്റെ പേരിൽ തർക്കമായി, വഴക്കായി, മറ്റു പലതുമായി. ഏതാണ്ടൊക്കെ കാണിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു, ചെയ്തു കളയുമെന്ന് പറഞ്ഞു. എന്നിട്ടോ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാതെ ഇപ്പോൾ ഓപ്പറേഷനും ആക്ഷനും എല്ലാം പോയി പ്രോജക്റ്റായി തീർന്ന ഒരു സ്ഥിതിയിലേക്കെത്തി. ഇയാളെ ചുമന്നുകൊണ്ട് നടന്നവർക്ക് എന്തോ കിട്ടി? ലക്ഷക്കണക്കിന് ഡോളേഴ്സിൻ്റെ നഷ്ടം വന്നു. ഇനി അത് പുനരുജ്ജീവിച്ചെടുക്കാൻ വർഷങ്ങളെടുക്കും. ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത സുരക്ഷിതത്വം, വിശ്വാസം എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും അങ്ങില്ലാതായി. ഇവനെ ചുമക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇറാനിപ്പോൾ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി, ഒരു ധാരണയാക്കി ഇതിന് കപ്പം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് 2 പേർക്കും കൂടി ഹോർമിസ് പിരിക്കാം എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്തവൻ്റെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് ഇനി മുതൽ ഈ ഓപ്പറേഷൻ ഹോർമിസ് എന്നും ആക്ഷൻ ഹോർമിസ് എന്നൊന്നും പറയരുത്. മറിച്ച് വേണമെങ്കിൽ ഹോമിസ് മെമ്മറി ട്രംപ് പ്രോജക്റ്റ് എന്ന പേരിൽ വേണമെങ്കിൽ അതിനെ വിളിക്കാം. അതാണ് അതിൻ്റെ സ്ഥിതിവിശേഷം.